ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൽ ഇന്നലെ നമ്മൾ കണ്ടുവച്ചത് എന്താ? ശ്രുതി ഒരു വെട്ടിലയക്കാണ്. ശ്രുതിക്ക് രേവതിയുടെ സ്വർണ്ണം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ അല്ലേ? എന്നിട്ട് ശ്രുതി കടക്കാരനോട് ചോദിക്കട്ടെ, ആ സ്വർണ്ണം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മേടിക്കാമെന്ന് പറഞ്ഞ് ചന്ദ്രയെ സമാധാനിപ്പിച്ചിട്ട് ശ്രുതി കടക്കാരനെ വിളിക്കാൻ പോകുന്ന ഭാഗത്താണല്ലോ ഇന്നലെ എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ ശ്രുതി കടക്കാരനെ വിളിച്ചിട്ട് ഫോൺ എടുത്തു. ആരാ ചോദിക്കുമ്പോൾ പറയും, എൻ്റെ പേര് ശ്രുതി, ഞാൻ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് സ്വർണ്ണം അവിടെ പണയം വയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയും, അങ്ങനെ കുറേ പേര് വരണതല്ലേ, ആരാന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടണില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ പറയണത്, സാർ ഞാൻ ആദ്യം ബ്ലൗസും കൊണ്ട് വന്നില്ലേ, പിന്നെ അല്ലേ സ്വർണ്ണം കൊണ്ട്. മനസ്സിലായി എന്താ ചോദിക്കും. അപ്പോൾ പറയും, സാറേ ഞാനന്ന് വിറ്റില്ലേ അവിടെ സ്വർണ്ണം, ആ സ്വർണ്ണം എനിക്ക് തിരിച്ചു വേണം, അതിൻ്റെ ക്യാഷ് ഞാൻ തരാം, എനിക്ക് ആ സ്വർണ്ണം തിരിച്ചു വേണമെന്ന് പറയാം. അയ്യോ ശ്രുതി, അതിനിപ്പോൾ എങ്ങനെ കിട്ടും, ഞങ്ങളത് അപ്പം തന്നെ ഒരുക്കിയല്ലോ, താനൊരു കാര്യം ചെയ്യും, ഒരുക്കിയ സ്വർണ്ണം ഇവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, അതിനുള്ള ക്യാഷ് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഒരുക്കിയ സ്വർണ്ണം എനിക്കെന്തിനാ സാർ, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ശ്രുതി ചോദിക്കുമ്പോൾ, ഓക്കെ സാർ ശരി പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വയ്ക്കുമ്പോൾ ചന്ദ്ര വിചാരിക്കും ശ്രുതി സ്വർണം കിട്ടും, ശ്രുതി അയാളോട് ചോദിച്ചാൽ വിറ്റ സ്വർണം തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ചന്ദ്രയ്ക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് വന്ന് ചോദിക്കുക, എടാ ശ്രുതി കിട്ടുമല്ലോ അല്ലേ, സ്വർണം കിട്ടുമല്ലോ അല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും അത് തിരിച്ചെടുക്കണം എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയാണ്, ഇല്ല അമ്മേ, സ്വർണം കിട്ടില്ല, കാരണം അയാളത് ഒരുക്കി ഇത്രയെന്ന് പറയണേ. ഈശ്വര, അത് ഒരുക്കിയോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചിട്ട് ചന്ദ്ര നിലവിളിക്കുകയാണ്. ഈശ്വര, ഞാൻ എങ്ങനെ ചന്ദ്രോദയത്തിൽ തിരിച്ചു കയറും, എനിക്ക് ആഭരണങ്ങളില്ലാതെ തിരിച്ചു കയറാൻ പറ്റില്ലല്ലോ എന്ന് ചന്ദ്ര എങ്ങനെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ശ്രുതി പറയണം, അമ്മ ഒരു ഐഡിയ ഉണ്ട്, അമ്മ ചന്ദ്രോദയത്തേക്ക് കുറച്ച് ദിവസം വരേണ്ട, അമ്മ ഇവിടെ ബാമൻ്റെ കൂടെ നിൽക്ക്, അമ്മയ്ക്ക് ആഭരണങ്ങളോട് കൂടിയിട്ടല്ല അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ, ആഭരണങ്ങളില്ലെങ്കിൽ അമ്മയ്ക്ക് വരണ്ടല്ലോ, അപ്പോൾ കുറച്ച് ദിവസം അമ്മ ഇവിടെ നിൽക്കുമെന്ന് പറയണം. എടാ നന്ദി കെട്ടവനെ, നിന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ശ്രുതിനെ തല്ലാനായിട്ട് ഓടുകയാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതി കിടന്ന് ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ തല്ലല്ലമ്മേ പറഞ്ഞിട്ട് ഓടുകയാണ്. നിന്നോടെ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ പറയുമ്പോൾ ശ്രുതി അങ്ങനെ കോണിപ്പടി കയറി ഓടുകയാണ്. ചന്ദ്ര പിന്നാലെ അവനെ തല്ലുകയാണ്. എന്നിട്ട് ശ്രുതി തിരിച്ചു വന്നിട്ട് ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കണം, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ശ്രുതി അടുത്തേക്ക് വരുമ്പോൾ ചന്ദ്ര കൈവീശി പട്ടക്കം പൊട്ടിക്കണം. ഇതിലൊരൊറ്റയടി ശ്രുതിയുടെ ചെവിടുത്ത് കൊടുക്കണം. ശ്രുതി പമ്പരം പോലെ കറങ്ങി സോഫയിൽ വീഴുമ്പോൾ ചന്ദ്ര പറയണേ, നിനക്ക് എന്ത് ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം, നീ ഇത്രയും മന്ദബുദ്ധിയാണോ, ഇനി ഞാൻ എന്താ ചെയ്യുക ദൈവമേ, അതിൻ്റെ ഒരു ഡിസൈൻ പോലും ഇല്ലല്ലോ, എനിക്ക് ആഭരണങ്ങൾ എടുത്തു കൊടുക്കുക, അത് എങ്ങനത്തെ ആഭരണങ്ങളാണെന്ന് പോലും അറിയില്ലല്ലോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഓർക്കുകയാണ്, ശ്രുതി പണയം വയ്ക്കാൻ പോയ സമയത്ത് അതിൻ്റെ ഡിസൈനൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, ആ ഡിസൈനൊക്കെ എൻ്റെ കയ്യിലുണ്ടമ്മേ പറയാണ് ശ്രുതി. അപ്പോൾ ചന്ദ്രമതി പറയാം, ആ ഡിസൈനൊക്കെ നിൻ്റെ കയ്യിലുണ്ടെന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതേപോലത്തെ ആഭരണങ്ങൾ മേടിക്കാം. അപ്പോൾ ഇത് കേട്ടിക്കണ ഭാമ പറയുക, ശരിയാ, വേഗം പോയി അതേപോലത്തെ ആഭരണങ്ങൾ മേടിച്ച് രേവതിക്ക് തിരിച്ചു കൊടുക്കുക പറയുമ്പോൾ, സ്വർണ്ണാഭരണങ്ങൾ മേടിച്ച് രേവതിക്ക് തിരിച്ചു കൊടുക്കുക. സ്വർണ്ണാഭരണങ്ങളോ, പിന്നെ അവൾക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും മേടിച്ചു കൊടുക്കില്ല, വല്ല ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ മേടിച്ചു കൊടുക്കുക പറയും ചന്ദ്ര. അപ്പോൾ ഭാമ പറയും, നീ എന്ത് പണിയാണ് പറയണേ ചന്ദ്രേ, അവളുടെ സ്വർണ്ണാഭരണങ്ങളല്ലേ നിൻ്റെ മോൻ കൊണ്ടുപോയി വിറ്റതെന്ന് ചോദിക്കുമ്പോൾ പറയും, അതൊക്കെ തന്നെയാണ്, പക്ഷേ ഞാൻ ഗോൾഡ് കവറിങ് ആഭരണങ്ങളെ അവൾക്ക് മേടിച്ചു കൊടുക്കുക, അത് മതി, അതെങ്ങാനും അവർ തിരിച്ചറിഞ്ഞാലോ, അവർ തിരിച്ചറിയാനൊന്നും പോകണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയോട് പറയണേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ആഭരണങ്ങൾ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകണം എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയണം, ശരി അമ്മേ, അങ്ങനെ ചെയ്യാമെന്ന് പറയാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ രവീന്ദ്രൻ ഭക്ഷണം കഴിക്കണു. ശ്രീകാന്ത് വന്നിട്ടില്ല. അപ്പോൾ വർഷയോട് ചോദിക്കണു, ശ്രീകാന്ത് വന്നില്ല കേൾക്കുമ്പോൾ, ഇല്ല, അവന് വർക്ക് ഉണ്ട് എന്ന് പറയണു, എൻ്റെ വേഗം കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പോകുന്നത് അങ്കിളേന്ന് പറയണു. ഈ സമയത്ത് ശ്രുതി വന്നിട്ട് ചോദിക്കണു, അല്ല ശ്രുതി വന്നില്ലേ ചോദിക്കുമ്പോൾ, ഇല്ല ശ്രുതി വന്നില്ല. ശ്രുതി ഭക്ഷണം കഴിക്കാൻ വരും എന്നാണല്ലോ എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇല്ലല്ലോ ശ്രുതി വന്നിട്ടില്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല അങ്കിളേ പറയണം. അവൻ വന്നോളൂ എന്ന് പറയണം. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ഫുഡ് വിളമ്പിയ സമയത്ത് സച്ചിക്ക് ഫുഡിന്നൊരു മുടി കിട്ടുമ്പോൾ സച്ചി പറയും, ഇത് ആരുടെ മുടി, എനിക്ക് മുടി കിട്ടിയില്ലോ, നീ മുടിയൊക്കെ ഇട്ടിട്ടാണോ കറി ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് മുടി ഇങ്ങനെ നേരെയാക്കുമ്പോൾ, ഇത് നീളമുള്ള മുടിയാണല്ലോ രേവതി, മുല്ലപ്പൂ കൊണ്ടുപോകാം, നമുക്കിതിനെ മുല്ലപ്പൂ ചൂടിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, എൻ്റെ സച്ചേട്ടാ ഒന്നും മിണ്ടാതിരുന്നാൽ പറയും. അപ്പോൾ ഇതാരുടെ മുടിയാന്ന് നോക്കിയിട്ട് വർഷേനെയും ശ്രുതിനെയൊക്കെ നോക്കുമ്പോൾ അവർ പറയും, ഇത് ഞങ്ങളുടെ ഒന്നല്ല പറയും. അപ്പോൾ രവീന്ദ്രനെ നോക്കുമ്പോൾ പറയടാ, നീ എന്നെ നോക്കണ്ട, അതെനിക്കറിയാം എന്ന് പറയും. അപ്പോൾ രേവതി പറയും, അത് എൻ്റെ മുടി തന്നെയാവും സച്ചേട്ടാ, ചിലപ്പോൾ വീണതാവും, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ അത് പറ്റാതെ ഭാഗമായിട്ട് പതിവല്ലേ, സച്ചേട്ട ഒരു കാര്യം അത് എടുത്ത് കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക പറയാം. പിന്നെ ഇതെടുത്ത് കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക, എൻ്റെ കയ്യിൽ കിട്ടിയത് ഭാഗ്യമായി, എൻ്റെ അമ്മയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കണിച്ചാൽ നിന്നെ കെട്ടിയിട്ട് മുട്ട അടിച്ചേനെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഇതൊക്കെ നോക്കണ്ടേ രേവതി, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വയറ്റിൽ മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ വയറ് വേദനിച്ചിട്ടിരിക്കുക, വയറിന് പ്രോബ്ലം അല്ലേ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, എന്നാൽ കാര്യം ചെയ്യും, നീ ഉണ്ടാക്കുക ഫുഡ് എന്ന് പറയും. പിന്നെ അതോടുകൂടി ശ്രുതിയുടെ വായടഞ്ഞു. പിന്നെ ശ്രുതി മിണ്ടാതിരുന്നിട്ട്
ഭക്ഷണം കഴിക്കും. അപ്പോൾ രേവതി പറയും സച്ചേട്ടാ മുടി കിട്ടണത് നല്ല സമയത്താണെന്നാണ് പറയുക, അതുകൊണ്ട് സച്ചേട്ടൻ അതെടുത്തിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറയുക, അങ്ങനെയല്ലല്ലോ പണ്ടുള്ള പഴമക്കാർ പറയുക എന്ന് പറയും. അപ്പോൾ വർഷയൊക്കെ പിന്നെന്താ സച്ചേട്ടാ പഴമക്കാർ പറയാമെന്ന് ചോദിക്കും. അങ്ങനെ ചന്ദ്രയും സുധിയും കൂടിയിട്ട് ഗോൾഡ് കവറിങ് ആഭരണങ്ങളും മേടിച്ചിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ചന്ദ്രോദയത്തിലെത്തി വാതിൽ തുറക്കുമ്പോൾ അവർ പറയണ എടാ മനസ്സിലാവോടാ സുധി ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, രേവതിയുടെ ആഭരണങ്ങളുടെ അതേ മോഡൽ ആഭരണങ്ങൾ തന്നെ നമ്മൾ മേടിച്ചിരിക്കണം, ഒരിക്കലും അത് നോക്കിയാൽ മനസ്സിലാവില്ല, പിന്നെ ബാങ്കിലൊക്കെ പോയി ഉരച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയണം. അപ്പോൾ ചന്ദ്ര ചോദിക്കും സുധി അവർ ബാങ്കിൽ ജ്വല്ലറിയിൽ പോയിട്ട് ഉരച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര ചോദിക്കും സുധി അവർ ജ്വല്ലറിയിൽ കൊണ്ടുപോയിട്ട് ഉരച്ച് നോക്കോടാന്ന് ചോദിക്കും. അപ്പോൾ സുധി പറയും എവിടെ നിന്ന് അമ്മേ, അവർ ജ്വല്ലറിയിൽ പോയിട്ട് ഉരച്ച് നോക്കാനൊന്നും പോകില്ല, അമ്മയ്ക്ക് പിടിച്ച ഇതുണ്ടോ, അമ്മയ്ക്ക് പിടിച്ച കാറ്റുണ്ടോ, അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ആയിരിക്കുമല്ലേ, അമ്മേ ഒരു പേടിയും പേടിക്കണ്ട, ഇപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവായില്ലേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അകത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി കൈയ്യഴിക്ക് വരുമ്പോൾ സുധി എവിടെ പോയതാ, ഞാൻ എത്ര പ്രാവശ്യമായി വിളിച്ചു സുധീനെ, സുധി എന്താ ഫോൺ എടുക്കാമെന്ന് ചോദിക്കും. അപ്പോൾ പറയുമോ എൻ്റെ ശ്രുതി അതോ ഫോൺ സൈലൻറ്റ് മോഡിലായിരുന്നു ശ്രുതി നീ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ ശ്രുതിയോട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറയാണ്. ശ്രുതി വേഗം വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കണു. അപ്പോൾ ചന്ദ്ര അങ്ങനെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രവീന്ദ്രൻ വിളിക്കും ചന്ദ്ര എവിടെ വാ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര ആകെ പേടിച്ച് പറിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും നീ രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടില്ലേ, അത് അവൾക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറയും. ഓ എന്താ തിരിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും അതെന്തിനെ തിരിച്ചു കൊടുക്കണം, എന്തപ്പോൾ അവൾക്ക് അതിൻ്റെ ആവശ്യം ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയണ്ട, അവൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നീ തിരിച്ചു കൊടുക്കണം പറയും. അപ്പോൾ സച്ചി രേവതിയും കോണി ഇറങ്ങിയിട്ട് വരികയാണ്. വരുമ്പോൾ ശ്രുതി ചോദിക്കുക എന്തപ്പോൾ അവളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊടുത്തതല്ല അമ്മയ്ക്ക്, പിന്നെ ഇപ്പം എന്തിനാ രേവതിക്ക് ആഭരണങ്ങൾ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയും വലിയ ശബ്ദമൊക്കെ ചെയ്തതാണല്ലോ, എനിക്ക് ആഭരണങ്ങൾ ഞാൻ നിൻ്റെ കൈകൊണ്ട് തൊടില്ല എന്നൊക്കെ, ഇപ്പം എന്താ രേവതിക്ക് അതുകൊണ്ട് ആവശ്യം ഉണ്ടായേ എന്നൊക്കെ ചോദിക്കും. വലിയ ശബ്ദങ്ങളൊക്കെ എടുക്കണം, ആലോചിക്കണം, പിന്നീട് അതിൻ്റെ ആവശ്യം വരുന്ന ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി രേവതിനെ കളിയാക്കാണ്. അപ്പോൾ ചന്ദ്രയും അത് പറഞ്ഞിട്ടാണ് കളിയാക്കണത്. എന്തൊക്കെയായിരുന്നു വലിയ വർത്തമാനങ്ങൾ, ഞാൻ സ്വർണം തൊടില്ല, എൻ്റെ ഭർത്താവ് മേടിച്ചെന്ന സ്വർണം മാത്രമേ ഉപയോഗിക്കുള്ളൂ, എന്തൊക്കെ വർത്തമാനങ്ങൾ അവൾ പറഞ്ഞിട്ട് ചന്ദ്ര രേവതിനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ ശ്രുതി അത് ഏറ്റുപിടിച്ചുകൊണ്ട് രേവതിനെ കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി പറയണ പാർലറെത്തി ഞങ്ങൾ ചോദിച്ചത് അച്ഛമ്മ രേവതിക്ക് മേടിച്ചു കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ അല്ലാണ്ട് നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് നിനക്ക് മേടിച്ചെന്ന സ്വർണ്ണാഭരണങ്ങളല്ല എന്ന് പറയാണ് സച്ചി. ഓ അതിനിപ്പോൾ നിൻ്റെ അച്ഛൻ ജയിലിലാണല്ലോ അല്ലേ, അത് കൂടാതെ പിന്നെ ഇപ്പം നിൻ്റെ അച്ഛൻ നിനക്ക് ഒരു തരി സ്വർണം പോലും തന്നിട്ടില്ലല്ലോ ഉണ്ടോ പാറലേട്ടത്തി ചോദിച്ചിട്ട് ശ്രുതിനെ ചോദ്യം ചെയ്യാണ് സച്ചി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയും നീ അവളെ കളിയാക്കൊന്നും വേണ്ട, അവളുടെ അച്ഛൻ വിചാരിച്ച ഒരു പവൻ സ്വർണ്ണമല്ല, ഒരു ലോഡ് സ്വർണ്ണം വേണമെങ്കിൽ കൊടുന്ന് ഇറക്കും എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കണേ അതെങ്ങനെയാണ് ലോഡായിട്ട് ഇങ്ങനെ കട്ടിയായിട്ടാണ് കൊടുന്ന് ഇറക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി കളിയാക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇത് കേട്ടിട്ട് ഇരിക്കുന്ന ശ്രുതി ചോദിക്കും നീ എന്തിനാ എല്ലാ കാര്യങ്ങൾക്കും അവളുടെ തലയിൽ കയറാൻ നിൽക്കണം, നീ എന്തിനാ ശ്രുതിയുടെ അച്ഛനെ ആവശ്യമില്ലാത്തതിലേക്ക് വലിച്ചയക്കണം. അപ്പോൾ ചന്ദ്ര പറയും പറഞ്ഞേൽ അല്ല, ഇപ്പോൾ രേവതിനെ ശ്രുതി പറഞ്ഞതിൽ എന്താ തെറ്റ്, രേവതിയല്ലേ പറഞ്ഞ മഞ്ഞച്ചറിൽ താലിയൊക്കെ ഓർത്തിട്ട് ഞാൻ ഇനി ഇതൊന്നും ഉപയോഗിക്കില്ല, എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്നത് മാത്രം ഉപയോഗിക്കില്ല പറഞ്ഞ് വലിയ ശബ്ദമുള്ള ചെയ്തിട്ടായിരുന്നു. ഇവള് കെട്ടണ പൂമാല പോലെ തന്നെ ഇവളുടെ ശബ്ദവും, ഒരു ദിവസം കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വാടി പോകുന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കളിയാക്കാണ്. അങ്ങനെ രണ്ടുപേരും ചന്ദ്രയുടെ പരിഹാസവാക്കുകൾ കേൾക്കുകയാണ്. ശ്രുതി രേവതിനെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ സച്ചി പറയാണ് ഡാ നീ വല്ലാണ്ട് കുറ്റപ്പെടുത്തണ, നീ അച്ഛൻ്റെ 50 ലക്ഷം രൂപ നീ തിരിച്ചു കൊടുക്കാന്ന് പറ്റും, നീ തിരിച്ചു കൊടുത്തോ, ഒരു രൂപ പോലും നിനക്ക് ഇതുവരെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അപ്പം നിനക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ യാതൊരുവിധ അധികാരവും ഇല്ല കേട്ടോ, നീ ആദ്യം നിൻ്റെ ഭാഗം ന്യായീകരിക്കുക, എന്നിട്ട് നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക പറഞ്ഞിട്ട് സച്ചി ശ്രുതിയോട് ചൂടാവുകയാണ്. ഇവൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ പൈസ തിരിച്ചു കൊടുക്കുന്ന അമ്മയുടെ തല തൊട്ടിട്ടല്ലേ ഇവൻ സത്യം ചെയ്തത്, എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കോച്ചിപ്പിടുത്തൊക്കെ വരണമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ് സച്ചി. അപ്പോൾ പെട്ടെന്ന് അറിയാതെ ചന്ദ്രമതിയുടെ തല തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാം അങ്ങനെയൊന്നുമില്ല, ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കാം, എൻ്റെ അമ്മയ്ക്ക് ഓരോ അബദ്ധം വരില്ല, നീ വെറുതെ അത് പറഞ്ഞിട്ട് ഇവിടെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട സച്ചി എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയാണ് അവൻ അത് തിരിച്ചു തന്നോളും, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ പോലെയല്ല, ഇതിപ്പോൾ എന്താ ഒരു വാക്ക് പറഞ്ഞ് എനിക്കത് വേണ്ട പറഞ്ഞാൽ എന്നെ തിരിച്ചേൽപ്പിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വേണമെന്ന് പറയണം, ഇപ്പം എന്തായി കുടിച്ചിട്ട് നീ പറയണ വാക്കും കുടിക്കാത്ത ഇവള് പറയണ വാക്കും ഒരുപോലെ ആയി എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വർഷയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വർഷ പറയാണ്
അതെ, രേവതി ചേച്ചിയെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ ഒരു കാരണം എൻ്റെ അമ്മ കൂടിയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കിയ കാരണങ്ങളും കൂടിയാണ് രേവതി ചേച്ചി സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു തന്നത്. പിന്നെ ഇപ്പോൾ രേവതി ചേച്ചി അത് വേണമെന്ന് പറയുമ്പോൾ ആൻറ്റിക്ക് അത് കൊടുക്കണതിൽ എന്താ തെറ്റ്? അത് ചേച്ചിയുടെ ആഭരണങ്ങളല്ലേ, ആൻറ്റിക്ക് അത് തിരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷയോട് ചന്ദ്രമതി പറയും, ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ വർഷേ, ഞാൻ തിരിച്ചു കൊടുക്കും, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശബ്ദങ്ങൾ ചെയ്യരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയും, എനിക്കൊരു സംശയം, ആ ആഭരണങ്ങൾ ഇവിടെ ഇല്ലേ ചോദിക്കും ചന്ദ്രമതി. അപ്പോൾ ചന്ദ്രമതി ഞെട്ടാണ്, എന്താ ചോദിക്കുമ്പോൾ ശ്രുതി ആകെ വയർക്കാണ്. അപ്പോൾ പറയാണ്, അല്ല അവിടെ 50 ലക്ഷം എടുത്തുകൊണ്ട് പോയാനുള്ള വീടല്ലേ, അപ്പോൾ ഈ ആഭരണങ്ങൾ അമ്മ അവനെടുത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയണ സച്ചി ഒന്നും അറിഞ്ഞിട്ടല്ല പറയണേ, പക്ഷേ സച്ചിയുടെ വാക്കുകൾ കറക്റ്റാണെന്ന് നമുക്കറിയാം. അല്ല, നിങ്ങൾ സ്വർണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ മുഴുവൻ അമ്മ അത് തരാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറി സംസാരിക്കണ പോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, എനിക്കെന്തിനാ വെള്ള സ്വർണ്ണം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണം, ആൻറ്റി പറയണേട്ടില്ല, എപ്പോഴും കുറ്റം മുഴുവൻ എൻ്റെ ശ്രുതിയുടെ അടുത്താണ്, ആൻറ്റിക്ക് ആ സ്വർണ്ണം അങ്ങോട്ട് തിരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. ശ്രുതി വന്നിട്ട് എന്തിനാ വെറുതെ പഴി കേൾക്കാൻ നിൽക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണം, അതേ അമ്മേ, ആ സ്വർണ്ണം എന്താ കൊണ്ടുപോയിട്ട് പണ്ടാറടങ്ങിയിട്ട് അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ സമയത്ത് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ചന്ദ്രമതി ഒരു നോട്ടം നോക്കും ശ്രുതിനെ. അതോടുകൂടി ശ്രുതി ആ പറയാൻ വന്നത് വിഴുങ്ങാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്ര നീ എടുത്തു കൊടുക്കുന്നുണ്ടോ സ്വർണ്ണാഭരണങ്ങൾ, അതോ ഞാൻ പോയി എടുത്തു കൊടുക്കണോ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയും, വേണ്ട ഞാൻ എടുത്തു കൊടുത്തോളാം, എനിക്കെന്തിനാ വെള്ള സ്വർണ്ണാഭരണങ്ങളെ, ഞാനത് എടുത്തിട്ട് വരാം എന്ന് പറയാണ് ചന്ദ്രമതി. അങ്ങനെ ചന്ദ്രമതി സ്വർണ്ണം എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി റൂമിൽ പോയി സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചന്ദ്രമതിയുടെ കയ്യിൽ മേടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഗോൾഡ് കവറിൻ്റെ ആഭരണങ്ങൾ അലമാര തുറന്ന് രേവതിയുടെ സ്വർണ്ണം ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പെട്ടിയിലിട്ട് നിരത്തി വെക്കുകയാണ്. എന്നിട്ട് ആ പെട്ടി എടുത്തിട്ട് തിരിയണ സമയത്ത് ചന്ദ്രമതി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് ഒരാളും തിരിച്ചറിയരുതേ, എന്നെ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അതെല്ലാം ആ രേവതിയുടെ സ്വർണ്ണങ്ങളിട്ട ബോക്സിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചു വന്നിട്ട് താഴത്ത് ഹാളിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കൊണ്ടുവന്നിട്ട് ടേബിളിൻ്റെ മുകളിൽ രവീന്ദ്രൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്, ഇതാ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, ഇതെനിക്കല്ല, ഇത് രേവതിക്ക് കൊടുക്കാനുള്ളത്, രേവതിക്ക് കൊടുക്കുക പറയുമ്പോൾ ചന്ദ്ര അത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് പറയണം, എന്നാ എടുത്തോ പറഞ്ഞിട്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയണം, അവളോട് എടുത്തോളാൻ പറയുമെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി ഇങ്ങനെ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കേണ്ട, ശ്രുതി ആകെ വയർക്കണുണ്ട്. അപ്പോൾ ശ്രുതി വയർക്കണ കാണുമ്പോൾ ശ്രുതി ചോദിക്കേണ്ട, എന്താ ശ്രുതി ഒരു ടെൻഷൻ പോലെ, എന്താ അങ്ങനെ വയർക്കണ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ്. അതെ, എനിക്ക് ടെൻഷനൊന്നുമില്ല, നിനക്ക് തോന്നണ്ട, നിൻ്റെ ടെൻഷൻ കാരണം തോന്നണ്ടോ എന്ന് പറയുമ്പോൾ ചോദിക്കുകയാണ് ശ്രുതി. അങ്ങനെ സച്ചി ആ സ്വർണ്ണാഭരണങ്ങളുള്ള പെട്ടി എടുത്തിട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കണം. രേവതി ഇന്നാ നിൻ്റെ ആഭരണങ്ങൾ പറഞ്ഞിട്ട് രേവതിക്ക് കൊടുക്കണം. രേവതി എന്ത് ചെയ്യും, രേവതി അത് എടുത്തിട്ട് തുറന്നിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ആ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളെ അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് അവർ തിരിച്ചറിയോ ഇല്ലേ എന്നൊക്കെ നാളെ അറിയാം. ആ ഒരു ത്രില്ലിംഗ് ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.